ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കോളേജിൽ കയറി അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ ഇനി അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് വന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് നിങ്ങൾ അപ്ലൈ ചെയ്യും. ചില കോളേജസിന് വിളിക്കും, ചില കോളേജസിന് വിളിക്കത്തില്ല. ഇനി നിങ്ങളെ സർട്ടൻ ലിസ്റ്റ് ഓഫ് കോളേജസ് മീൻസ് നിങ്ങൾ വെച്ച കോളേജസിനെ വിളിക്കാണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പ്രൈവറ്റ്ലി കുറെ കോളേജസിൽ വിളിച്ച് ചോദിക്കുമല്ലോ അവിടെ സീറ്റ് ഉണ്ടോ ഇല്ലയോ. അപ്പൊ അവര് ആ പ്രൈവറ്റ് കോളേജസിൽ ഇത് പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോണ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, സോ പ്രൈവറ്റ് കോളേജിൽ ഇപ്പൊ നിങ്ങൾ പോകുമ്പോൾ ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ABC എന്ന് പറഞ്ഞ ഒരു കോളേജ് ഉണ്ട്. ഞാൻ ഒരു കോളേജിന്റെ പേര് ഇവിടെ എടുക്കത്തില്ല, ബട്ട് ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ്, സോ ലേൺ ഫ്രം മൈ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ABC എന്ന് പറഞ്ഞൊരു കോളേജിൽ പോവാണ്. ഓക്കെ, അവിടെ നിങ്ങളിപ്പോൾ വിളിച്ച് ചോദിച്ചു ആ ഒരു കോളേജിൽ CS സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് വിളിച്ച് ചോദിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ അവര് പറയാനില്ല, സീറ്റ് ഇല്ല, പക്ഷെ അവിടെ ഒരു ഓറിയന്റേഷൻ നടക്കുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് വന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും, ഓ ഓറിയന്റേഷൻ അല്ല, നമുക്ക് അറ്റൻഡ് ചെയ്യാം, പോയി ഒന്ന് ജസ്റ്റ് ഇരുന്ന് കൊടുത്താൽ മതി. സോ നിങ്ങൾ അവിടെ ഓറിയന്റേഷന് വേണ്ടി പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ അല്ല, ബട്ട് ഇറ്റ് ഈസ് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. മനസ്സിലായോ? സോ CS ഓറിയന്റേഷൻ അല്ല, അത് ECക്കുള്ള ഓറിയന്റേഷൻ ആണ്. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ എന്താ, ഓറിയന്റേഷൻ അല്ല, വന്നിരുന്ന് നോക്കിയാൽ പോരെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും ആയിട്ട് അവിടെ പോയിരിക്കുന്നു, റൈറ്റ്? അവിടെ ഇരുന്നതിന് ശേഷം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ് ദാറ്റ് നൗ ദാറ്റ് കോളേജ് പീപ്പിൾ, ആ കോളേജിലുള്ള ഫാക്കൽറ്റീസ് എല്ലാം, ദേ നൗ ബിക്കം ദ സെയിൽസ് പേഴ്സൺ. അവർ അവിടുത്തെ കോളേജിന്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ നിങ്ങളെ വിൽക്കാൻ നോക്കും. ദേ വിൽ ട്രൈ ടു സെൽ ദെയർ കോഴ്സസ് ടു യു. ഓക്കെ, സോ അവർ ഓരോന്നായിട്ട് നിങ്ങളെ അവരുടെ അടുത്തേക്ക് വിളിക്കും. ഓക്കെ, യു വിൽ ബി ഗോയിങ് ദർ, നിങ്ങൾ അവരുടെ ഫ്രണ്ടിലിരിക്കും ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് എക്സ്പ്ലെയിനിങ് വൈ യു ഷുഡ് ചൂസ് ദിസ് പെർട്ടിക്കുലർ ബ്രാഞ്ച്. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ABC എന്ന് പറഞ്ഞ ഒരു കോളേജിൽ നിങ്ങൾ ഓറിയന്റേഷന് പോയി, പക്ഷെ അവർ പറഞ്ഞു CS ഓറിയന്റേഷൻ അല്ല, ഇലക്ട്രോണിക്സിന്റെ ഓറിയന്റേഷനാണ്, വന്ന് ഇരുന്ന് നോക്കാൻ. അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു. ഓക്കെ, യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫാക്കൽറ്റി ആൻഡ് ദേ ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ടെല്ലിങ് എവറിഥിങ്. ഓക്കെ, എവറിഥിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് അവർ പറയും ഇപ്പൊ എന്താ പറയുക, ഇവിടുത്തെ ECയുടെ കോഴ്സ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് യു ക്യാൻ ഫൈൻഡ് എനിവർ, വി ഹാവ് ദ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആൻഡ് എവറിഥിങ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആവാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഉണ്ട്, വെൽ റീസെർച്ച് ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെന്താണ്, ഇവിടെ നമുക്ക് കുറെ ലാബ്സ് ഉണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ നമുക്ക് ഇവിടെ കുറെ പ്ലേസ്മെന്റ് സപ്പോർട്ട്സ് ഉണ്ട്. ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വീഴാൻ പോകണം. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ടല്ല എഞ്ചിനീയറിംഗ് എടുക്കുന്നത്. ടു ബി വെരി ഫസ്റ്റ് ഫ്രാങ്ക്, നമ്മൾ ഒരിക്കലും നമ്മുടെ എഞ്ചിനീയറിംഗ് പ്ലാൻ ചെയ്തിട്ടല്ല എടുക്കുന്നത്. വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് വി ആർ ജസ്റ്റ് സിംപ്ലി ഗോയിങ്. ഓക്കെ, ഒരു ഡിഗ്രി എടുക്കാം എന്നുള്ള രീതിയിലാണ്. ആസ് പ്രൊഫഷണൽ ഡിഗ്രി സ്റ്റുഡൻസ്, BTech എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. യു ഷുഡ് ബി വെൽ വിത്ത് യുവർ ഫ്യൂച്ചർ. ഓക്കെ, യു ഷുഡ് ബി വർക്കിംഗ് ഹാർഡ് സോ ദാറ്റ് 4 വർഷം നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. മേക്ക് ദാറ്റ് പോയിന്റ്. ഓക്കെ, സോ ദേ ആർ ഗോയിങ് ടു സെൽ യു ദെയർ പ്ലേസ്മെന്റ് റിപ്പോർട്ട്സ്. അപ്പൊ അവർ പറയും ഇവിടെ നിങ്ങൾ ഈസി പഠിച്ചു കഴിഞ്ഞാൽ, എന്റെ കേസിലാട്ടോ, നിങ്ങൾ ഇവിടെ ഈസി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാൾകം സ്നാപ്ഡ്രാഗണിലൊക്കെ ഈസിലി പ്ലേസ്മെന്റ്സ് കിട്ടും. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് ജോബ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. വലിയ വലിയ കമ്പനീസിന്റെ പേര് പറയുമ്പോൾ നമ്മൾ എന്ന് വിചാരിക്കും, ഓ ശരി 4 കൊല്ലം എന്താവാൻ പോണെ നമുക്ക് അറിയത്തില്ല, ചിലപ്പോൾ വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ കൺവിൻസ്ഡ് ആയി വരും. ബട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് ദാറ്റ് ദേ വിൽ ട്രൈ എവറിഥിങ് ടു കൺവിൻസ് യു. മനസ്സിലായോ? നിങ്ങളെ നല്ല രീതിക്ക് കൺവിൻസ് ചെയ്യാൻ നോക്കും. ഓൺ ദ സ്പോട്ട് നിങ്ങളുടെ അടുത്ത് പറയും നമ്മുടെ സീറ്റ്സ് ഫില്ല് ആവുന്നുണ്ട്, ഇപ്പൊ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല. എന്താ പറയാ, ലൈക്ക് നിങ്ങളിപ്പോ എവിടെയെങ്കിലും പോയ ശേഷം ഇനിയും രജിസ്ട്രേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സീറ്റ് കഴിയും എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങളെ കംപ്ലീറ്റ്ലി കൺവിൻസ് ചെയ്തെടുക്കും. ഓക്കെ, സോ ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ പ്ലേസ്മെന്റ് കാര്യം പറഞ്ഞാൽ അവർ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ഇവിടെ ഞാൻ കുറെ പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ടു ബി ഹോണസ്റ്റ്, പ്ലേസ്മെന്റ്സ് ആർ വെരി ലെസ്. കേരളത്തില് യൂണിവേഴ്സിറ്റീസിൽ പ്ലേസ്മെന്റ് വളരെ കുറവാണ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കര ഷോക്കാണ് ഉള്ളത് പറയാനും. റിസൾട്ട് വരുന്ന സമയത്ത് ആ വെബ്സൈറ്റ് മുന്നും മര്യാദക്ക് ലോഡ് ആവത്തില്ല. ഓക്കെ, അതാണ് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ BTech എടുക്കാൻ. ഇത് ഞാൻ യൂണിവേഴ്സിറ്റിനെ കുറ്റം പറയുന്നതല്ല, ബട്ട് നിങ്ങൾക്ക് ഒരു മുൻകരുതൽ വേണം എപ്പോഴും എന്തും ചെയ്യാൻ. ഓക്കെ, പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ, സീറ്റ് ഫില്ലായി പോകും. പൊക്കോട്ടെ, കുറെ നമുക്ക് കോളേജസ് ഉണ്ട്. പ്രൈവറ്റ് കോളേജസിൽ ടോപ്പിൽ നിൽക്കുന്ന 2-3 കോളേജസ് ഉണ്ട്. ലൈക്ക് രാജഗിരി, മോഡൽ അല്ല സോറി മുത്തൂറ്റ്,
ഫിസാറ്റ്, ഇങ്ങനത്തെ ടോപ്പ് കോളേജസ് ഉണ്ടാവും, ഒരു 2 to 3. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഒരേ ലൈനിലാന്നേ പറയാനുള്ളൂ. വൈ? പ്ലേസ്മെന്റ് റെക്കോർഡ് എടുത്തോ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എടുത്തോ, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ളതൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, സോ മേക്ക് ഷുവർ വെൻ യു ടേക്ക് എ ഡിസിഷൻ ടു ഗോ ടു എ കോളേജ്, ഓക്കെ, അവിടുത്തെ ഓറിയന്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആക്കി വെക്കാം. ലൈക്ക് ജസ്റ്റ് ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് അറിഞ്ഞാൽ മതി, പോയി പ്ലേസ്മെന്റ് എടുക്കാൻ, പോയി ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുക്കാനല്ല മൈൻഡെന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. ക്ലിയർ ആകാം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ആയിട്ടൊരു സംഭവം നിങ്ങൾ ട്രാപ്പിലാക്കാനുള്ളത്. ഓക്കെ, ലാസ്റ്റ്ലി അവർ പറയും സീറ്റില്ല, പെട്ടെന്ന് ഫില്ലായി പോവും. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക, ലൈക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പൈസ കൊടുത്തു പോകും. അങ്ങനെ അവർ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് എടുക്കുകയും ചെയ്യും. ഓക്കെ, സോ യു ഹാവ് ടു ആസ്ക്, സ്പെസിഫിക്കലി ആസ്ക്. ഓക്കെ, അവിടെ ചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കണം, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾ പോകണേ, അല്ലെങ്കിൽ ഏതൊരു ബ്രാഞ്ചിനാണ് പോകുന്നത്, ആ ഒരു ബ്രാഞ്ചിന് എത്ര കമ്പനീസ് വന്നിട്ടുണ്ട്, എത്ര സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്, അവർ ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് വരെ നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് സ്പെസിഫിക്കലി ചോദിക്കണം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കോളേജസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് പേരിന് വേണ്ടി ചെറിയ ഒരു 2, 3, 4 പേരുള്ള അല്ലെങ്കിൽ ഒരു 10, 12 പേരുള്ള ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സ്, ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്സിനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തും. എന്നിട്ട് പറയുന്ന പ്ലേസ്മെന്റ് എടുത്തു എന്ന് പറഞ്ഞാൽ പിള്ളേരെ അതിലേക്ക് കയറ്റും. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും സ്റ്റാർട്ടപ്സ് നല്ലതല്ലെന്ന്. പക്ഷേ നിങ്ങൾ 4 കൊല്ലം മാനേജ്മെന്റ് സീറ്റിലാണ്, 4 കൊല്ലം നിങ്ങൾ എന്താ പറയാ ഫീസ് കൊടുത്ത് 4 lakhs നിങ്ങൾ ആ കോളേജിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പോകുന്നത് വിത്ത് ലോ പേ? സ്റ്റാർട്ടപ്പിൽ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടണമെങ്കിൽ നോ ഇഷ്യൂസ്, 30,000 35,000 കിട്ടുവാണ് പെർ മന്ത്, നോ ഇഷ്യൂസ്. ബട്ട് ഇഫ് ദേ ആർ പേയിങ് ലെസ് ആൻഡ് ദ വർക്ക് കൾച്ചർ ഇസ് വെരി ബാഡ്, ദെൻ വാട്ട് വിൽ യു ഡു? മനസ്സിലായോ? സോ ചെറിയ ചെറിയ തുക്കട കമ്പനീസ് വന്നു കഴിഞ്ഞാൽ ഇവർ പ്ലേസ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പിള്ളേരെ കയറ്റി വയ്ക്കും. സോ സ്പെസിഫിക്കലി ചോദിക്കുക, ഇലക്ട്രോണിക്സിന് വേണ്ടി ഏതൊക്കെ കമ്പനീസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, അതാരും ശ്രദ്ധിക്കില്ല. ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എത്ര കമ്പനീസ് വരുന്നുണ്ടെന്നും യാതൊരു സ്റ്റുഡൻസും ചോദിക്കാറില്ല. അതും നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ഇതൊന്നും ഞാൻ ചെയ്യാതെയാണ് പോയി ഒരു കോളേജിലേക്ക് കയറിയത്. സോ യു ഷുഡ് ഡു ദീസ് തിങ്. എന്നാലും നിങ്ങൾക്ക് ആ ഒരു കോളേജിന്റെ സ്റ്റാൻഡേർഡ് ആ ലെവൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, ആൻഡ് സ്പെസിഫിക്കലി ചോദിക്കുക, ഇപ്പൊ ഈസി പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 years കഴിയുമ്പോൾ തന്നെ അവർ IT കമ്പനീസിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കും. ഓക്കെ, കാരണം പറഞ്ഞാൽ എന്താ, ഇലക്ട്രോണിക്സിൽ കമ്പനീസ് അങ്ങനെ എന്താ പറയുക റിഗ്രസ് ആയിട്ട് ഹയർ ചെയ്യുന്നില്ല. സോ വാട്ട് ദേ ആർ ഡൂയിങ്, ഗോയിങ് ടു IT. അണ്ടർസ്റ്റാൻഡ്? സോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താ പറയുക, ഫാക്കൽറ്റീസ് ഇങ്ങനെ പറയും ഇവർ കുറെ പേര് IT-യിലായിട്ടുണ്ട്, ഇല്ലെങ്കിൽ കുറെ IT കമ്പനീസിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അത് കോളേജ് ത്രൂ ആയിട്ടില്ല, അതൊക്കെ വേറെ എന്താ പറയുക അവർ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ആയത്. സോ യു ഹാവ് ടു സ്പെസിഫിക്കലി ആസ്ക്, ഇലക്ട്രോണിക്സിൽ നിന്ന് എത്ര കമ്പനീസ് വന്നിട്ടുണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഫീൽഡിൽ എത്ര കമ്പനീസ് വന്നിട്ടുണ്ട്, ഇനി CS സ്റ്റുഡൻസ് ആണെങ്കിൽ CS റിലേറ്റഡ് എത്ര വന്നിട്ടുണ്ട്, ഇലക്ട്രിക്കലി ആണെങ്കിൽ ഇലക്ട്രിക്കൽ മേഖലയിലുള്ള എത്ര കമ്പനീസ് വന്നിട്ടുണ്ട്, മെക്കാനിക്കൽ റിലേറ്റഡ് എത്ര കമ്പനീസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് അവര് ശ്വാസം മുട്ടാൻ പോകുന്നത്, ഇനിയാണ് അവര് ആൻസറിന് വേണ്ടി മുട്ടാൻ പോകുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ അവർ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു സീറ്റുകൾ ഭയങ്കര കുറവാണ്, ഓക്കെ, രജിസ്ട്രേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ ചോദിക്കുക, ഈ 2-3 കമ്പനി പറഞ്ഞതിന് എന്തിനാണ് ഇത്ര രജിസ്ട്രേഷൻസ്? ഈ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കാം. സോ ദാറ്റ്സ് ഓൾ. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോളേജിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവർ നിങ്ങളെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ആ ഒരു കോളേജിന്റെ ആംബിയൻസ് ഒക്കെ നോക്കുക. കാരണം പറഞ്ഞാൽ ചെറിയ കോളേജ് ആകുമ്പോൾ നമുക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ അധികം ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് എ ബിഗ് കോളേജ് ദെൻ യാ വി ക്യാൻ സ്പെൻഡ് എ ഗുഡ് ടൈം. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ട്. ഓക്കെ, കാരണം ചില കമ്പനീസ് കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടിട്ട് മാത്രം വരുന്ന കമ്പനീസ് ഉണ്ട്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെ ആയിട്ടുണ്ട്, ലൈക്ക് വൺ ഓഫ് ദ ബിഗ് കമ്പനി. ഓക്കെ, ഞാൻ കമ്പനിയുടെ പേര് എടുക്കില്ല, ബട്ട് ഇറ്റ്സ് എ ബിഗ് 4 കമ്പനി. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ബിഗ് 4 കമ്പനീസ് ഏതൊക്കെയാണ്. സോ അതിലൊരു കമ്പനി വന്നു, ആ പുള്ളിയുടെ അവർ ആ കോളേജിന്റെ ഗേറ്റിൽ പോയിട്ട് ദേ വർ ലൈക്ക് ഈ കോളേജ് വേണ്ട, അങ്ങനത്തെ സിനാരിയോസ് ആയിട്ടുണ്ട്. Okay, so try to understand everything and take decisions such that your 4 years you won't regret. So till then, bye.